തിന്മകളെക്കാൾ പിശാചിന് ഏറ്റവും ഇഷ്ടം ബിദ്അത്താണ്. ഒരു തിന്മ ഒരാൾ വ്യഭിചരിക്കുന്നതിനേക്കാൾ, ഒരാൾ മദ്യപിക്കുന്നതിനേക്കാൾ, ഒരാൾ പലിശ കൊടുക്കുന്നതിനേക്കാൾ, ഒരാള് ഈ നിലക്ക് അധർമ്മം പ്രവർത്തിക്കുന്നതിനേക്കാൾ, അളവിലും ദുഃഖത്തിലും കൃത്രിമം പ്രവർത്തിക്കുന്നതിനേക്കാൾ പിശാചിന് ഏറ്റവും ഇഷ്ടം നമസ്കാരത്തിന് ശേഷമുള്ള കൂട്ടപ്രാർത്ഥനയാകുന്ന ബിദ്അത്ത്, സുബഹിക്ക് ശേഷമുള്ള കുനൂത്താകുന്ന ബിദ്അത്ത്, ഒരാൾ വ്യഭിചരിക്കുന്നതിനേക്കാൾ വലിയ തിന്മ. സുബ്ഹാനല്ലാഹ്, ഇത് പറഞ്ഞവൻ KNM-ന്റെ പ്രസിഡന്റ് അല്ല, സെക്രട്ടറി അല്ല. സമൂഹമേ, നിങ്ങൾക്ക് എന്തുകൊണ്ട് മനസ്സിലാകുന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അത് ഇബാദത്തിനെ ബാധിക്കുകയില്ല. കാരണം പണ്ഡിതന്മാർക്കിടയിൽ ഇജ്തിഹാദിയായ അഭിപ്രായ വ്യത്യാസമുള്ള വിഷയമാണ്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇമാം ഷാഫിഈ റഹ്മത്തുള്ളാഹി അലൈഹി, അതേപോലെ തന്നെ ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹി, ആ മദ്ഹബിലെ പണ്ഡിതന്മാരൊക്കെ ഫജ്റുൽ ഖുനൂത്തിനെ അംഗീകരിക്കുന്നവരും അവർക്ക് അവരുടേതായ ഗവേഷണത്തിന്റെ അടിസ്ഥാനത്തിലുള്ള തെളിവുകൾ അവർക്കുണ്ട്. എന്നാൽ മറ്റു മദ്ഹബിലുള്ള ആളുകൾ അത് വേണ്ട എന്ന് പറയുന്നവരാണ്. അവരുടെ കൈകളിലും വളരെ ശക്തവും വ്യക്തവുമായ തെളിവുകളുണ്ട്. അതുകൊണ്ട് ഒരാൾ ആ ഒരു ഖുനൂത്ത് നിർവഹിച്ചു എന്നതുകൊണ്ട് ആ നമസ്കാരം ബാത്തിലാണെന്നോ, അയാൾ അക്കാരണത്താൽ ഒരു ബിദ്അത്തിന്റെ ആളാണെന്നോ, ഒരു മുബ്തദിയാണെന്നോ ഒരിക്കലും പറയാൻ പാടില്ല. ഞാൻ വായിച്ച ചില കിതാബുകളിൽ എനിക്ക് കാണാൻ സാധിച്ചു അതിൻ്റെ സ്വഹത്തിനെക്കുറിച്ച്, അതിൻ്റെ വ്യക്തതയെക്കുറിച്ച് എനിക്കറിയില്ല. മഹാനായ ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹ്മത്തുള്ളാഹി അലൈഹി, അദ്ദേഹം ഫജ്റിൽ മാത്രമുള്ള ഖുനൂത്തിനെ അംഗീകരിക്കാത്ത വ്യക്തിയാണ്. അദ്ദേഹത്തോട് ചോദിക്കപ്പെട്ടു, ഖുനൂത്ത്, ഫജ്റിൽ ഖുനൂത്ത് ഓതുന്ന ഒരാളുടെ പിറകിൽ നമസ്കരിക്കുവാൻ പാടുണ്ടോ? അതിന് അദ്ദേഹം തിരിച്ചു ചോദിച്ചത്, സുബ്ഹാനല്ലാഹ്, എന്ത് ചോദ്യമാണത്? ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി ഇമാമായി നമസ്കരിക്കുമ്പോൾ ഞാൻ അദ്ദേഹത്തിൻ്റെ പിറകിൽ നമസ്കരിക്കാതിരിക്കുകയോ? ശരിക്കും ശ്രദ്ധിക്കുക, വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ്.